സ്പെഷ്യൽ അൺബോക്സിംഗ് വീഡിയോ ആയാലോ? സോ വെൽക്കം ടു ദ മിറാക്കി എസ്തെറ്റിക്സ്. ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ കാത്തിരുന്ന് എൻ്റെ കയ്യിൽ വന്ന ഒരു പാക്കേജാണിത്. ഇതൊരു വാട്ടർ കൊളാബാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റിന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ എക്സൈറ്റ്മെന്റ് ഇത്രയും കൂടാൻ കാരണം ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണെന്ന് എനിക്കറിയാം. അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ഇതിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരെനിക്കിത് അയക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ ആം എ ക്രാഫ്റ്റർ ആൻഡ് ഐ ലവ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്. അതിപ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും അത് സ്വന്തം കൈകൊണ്ട് എഫേർട്ട് ഇട്ട് ചെയ്തൊരു സാധനമാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ്, അങ്ങനെ ഹാൻഡ് മെയ്ഡ് തിങ്സ്, ഹാൻഡ് മെയ്ഡ് കാർഡ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്നുള്ളത്. ഇനി അധികം വലിച്ചു നീട്ടാതെ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ആഷ് ക്രാഫ്റ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് വന്ന കുറച്ച് ക്രോഷ്യ ഐറ്റംസ് ആണ്. ഞാനിത് ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ദ ഫസ്റ്റ് തിങ് ഈസ് എ ക്രോഷ്യറ്റ് ബാൻഡാന. സത്യം പറയാലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോ ഈ സാധനം എന്ന്. അപ്പം എൻ്റെ അനിയത്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഇത് നമ്മൾ ഈ തലയിലും ഹിപ്പിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ്, നീ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാന്ന്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം പോലും ഇത്. എന്തായാലും സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഈ ഒരു ബീ കീ ചെയിൻ ആണ്. ഈ ഒരു പാക്കേജിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. എന്ത് ക്യൂട്ടാന്നറിയത്. അയ്യോ, ഈ ഒരു ഹോൾ പാക്കേജ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു പോയി. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എന്താ വെച്ചാൽ ഇത് ഓരോന്നും അത്രയും എഫേർട്ട് ഇട്ട് ആ കൊച്ച് കൈ കൊണ്ട് ചെയ്തതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ കൊച്ചിൻ്റെ ഹാർഡ് വർക്കാണ് ഞാൻ സീരിയസ്ലി നോട്ടീസ് ചെയ്തത്. പിന്നെ വരുന്നത് ഈ ഒരു ടുലിപ്പ് ഹെയർ ടൈ ആണ്. അയ്യോ, ഇത് എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയിൽ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ വെച്ച് അങ്ങനെ ആ ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു എല്ലാ സാധനവും. പിന്നെ വരുന്നത് ഈ ഒരു ക്യൂട്ട് ഇയർഫോൺ പൗച്ചാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബിയർ കോസ്റ്റർ ആണ്. ഇത് ഭയങ്കര ക്യൂട്ടായി. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു കോസ്റ്റർ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് ക്രോഷ്യറ്റിൻ്റെ അല്ല, നോർമലായിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് ഇത് കിട്ടി. പിന്നെ വരുന്ന ഒരു കുഞ്ഞു പൗച്ചാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കോയിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടി കുട്ടി തിങ്സ് ഒക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റും. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. നൈസാണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും സാധനമാണ് ആഷ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് അശ്വതി എനിക്ക് അയച്ചു തന്നേക്കുന്നത്. താങ്ക് യു സോ മച്ച് അശ്വതി. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന ഒരു കൊളാബ് ഞാൻ ഇത്രയധികം വെയിറ്റ് ചെയ്ത് ഇത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കൊളാബ് എനിക്ക് വേറെ വന്നിട്ടില്ല. സോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സാധനം കിട്ടിയതിൽ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രോഷ്യ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്, പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പേജ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, അടിപൊളി സാധനമാണ്, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾ പറഞ്ഞ റെഫറൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി അതുപോലെ ചെയ്തു തരും. അപ്പം എന്താ